നമസ്കാരം. അപ്പോൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. കൂട്ടത്തിൽ ആളായി നിന്നവൻ അഴുകി തുടങ്ങിയാൽ പിന്നെ അയാളുടെ കൂടെ നിന്നവനും വിലയുണ്ടാകില്ല. രണ്ടു വട്ടം മുഖ്യമന്ത്രിയായ പിണറായിക്കൊപ്പം കൂടിയാൽ എല്ലാം ശരിയാകും, ഭാവി നന്നാകും എന്നായിരുന്നു പൊതുമരാമത്ത് മന്ത്രിയായ മുഹമ്മദ് റിയാസിന്റെ ധാരണ. എന്നാൽ ആ ചിന്തയെല്ലാം ഇപ്പോൾ തകിടം മറിയുകയാണ്. മാസപ്പടി എന്ന ഒരൊറ്റ കാര്യത്തിൽ പിണറായി കുടുംബത്തിന്റെ എല്ലാ ധാരണകളും പൊളിയുകയാണ്. രണ്ടു വട്ടം പിണറായി മുഖ്യമന്ത്രി, പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനവും പ്രതീക്ഷിച്ചിരുന്നതാണ് റിയാസ്. പക്ഷേ എല്ലാം പൊളിഞ്ഞ് പാളീസായി. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെ റിയാസിനെ വിമർശിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഇതുവരെ മുഖ്യനെ പിന്തുണച്ചില്ല, എല്ലാവരും വായടച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ ഗോവിന്ദൻ അടക്കം എല്ലാവരെയും പൊരിച്ചെടുത്ത റിയാസാണ് ഇപ്പോൾ മിണ്ടാതുരിയാടാതെ നിൽക്കേണ്ടി വരുന്നത്. കാലം കണക്ക് തീർക്കും എന്നതാണോ ഇത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും തലസ്ഥാനത്തെ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ CPM നേതാക്കൾക്ക് കരാറുകാരുമായി ദുരൂഹ ഇടപാട് ഉണ്ടെന്ന ധ്വനിയോടെയുള്ള റിയാസിന്റെ പ്രസംഗം അപക്വമാണെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതൃപ്തി മന്ത്രിയെ അറിയിച്ചെന്നാണ് സൂചന. കരാറുകാരെ തൊട്ടപ്പോൾ ചിലർക്ക് പൊള്ളിയെന്ന പൊതുയോഗത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ ലക്ഷ്യമിട്ട് പ്രസംഗിച്ച മുഹമ്മദ് റിയാസിന്റെ നടപടിയിൽ CPM ജില്ലാ നേതൃത്വത്തിന് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. പാർട്ടി ഭരിക്കുന്ന നഗരസഭയ്ക്ക് എതിരായി പോലും വ്യാഖ്യാനിക്കാവുന്ന പ്രയോഗം എന്ന രീതിയിലാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ചയ്ക്ക് വന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം മുതിർന്ന നേതാക്കളിൽ മിക്കവരും റിയാസിന്റെ നടപടി തെറ്റെന്ന് വിലയിരുത്തുകയായിരുന്നു. പ്രസംഗത്തിൽ ജാഗ്രത പുലർത്തണമെന്നായിരുന്നു സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ പൊതു നിലപാട്. പ്രസംഗം വിവാദമായതോടെ താൻ ഉദ്ദേശിച്ചത് കടകംപള്ളിയോ മറ്റു നേതാക്കളെയോ ആയിരുന്നില്ലെന്ന പരാമർശത്തോടെ റിയാസും രംഗത്തെത്തിയിരുന്നു. റിയാസുമായി യാതൊരു പ്രശ്നവുമില്ലെന്ന തരത്തിൽ ഫേസ്ബുക്കിൽ കടകംപള്ളിയും ഫോട്ടോയും കുറിപ്പുമിട്ടു. എന്നാൽ CPM ഇത് പിന്നീട് തിരുത്തുകയാണ്. ഇപ്പോൾ തന്നെ പാർട്ടി തകർന്നു എന്നതടക്കം വായ്പാട്ടുകാർ പാടി നടക്കുന്നുണ്ട്. അതിനു മുന്നിലേക്ക് വീണ്ടും ഒരു അപശ്രുതി ഇട്ടുകൊടുക്കേണ്ട എന്നതാണ് തീരുമാനം. അതുകൊണ്ടാണ് പിന്നീട് നിലപാട് വിമർശിച്ചു എന്ന നിലപാട് തിരുത്തിയത്. റിയാസിനെതിരെ സെക്രട്ടേറിയറ്റിൽ വിമർശനം എന്നത് തെറ്റായ വിവരമാണെന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. ഇപ്പോൾ മാസപ്പടിയിൽ AKG സെന്ററിലേക്കടക്കം SFIO പാഞ്ഞെടുക്കുകയാണ്. ഇതിനിടെ പിണറായിയോടുള്ള അതൃപ്തി പരസ്യപ്പെടുത്തലാകുമെന്ന ധാരണ വരുത്തണ്ട എന്നതാണ് ഗോവിന്ദന്റെ നിലപാടിന് പിന്നിൽ. മുഖ്യമന്ത്രി കസേര ഒരുപാട് മോഹിച്ചയാളാണ് ഗോവിന്ദൻ. എന്നാൽ പാർട്ടി സെക്രട്ടറിയാക്കി ഒതുക്കി. എന്നിട്ടും പ്രതീക്ഷയുണ്ടായിരുന്നു. അത് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കത്തോടെ ഇല്ലാതെയായി. ഈ പകയും ഇതിനൊക്കെ പിന്നിലുണ്ട്. എന്തായാലും AKG സെന്ററിലേക്ക് വരുന്ന പടപ്പുറപ്പാടിനെ തടയേണ്ടത് പ്രധാന അജണ്ട തന്നെയാണ്. അതിനിടയിൽ പാർട്ടിയിൽ പിളർപ്പുണ്ടായാൽ അത് എല്ലാ തരത്തിലും പാർട്ടിയെ ബാധിക്കും. പിണറായി വിജയൻ എന്ന ഒരാളുടേതല്ല പാർട്ടി എന്ന ബോധ്യം ഇപ്പോൾ ഗോവിന്ദൻ ഉൾപ്പെടെ വെച്ചു തുടങ്ങിയിട്ടുണ്ട്. പിണറായിയെ ഭയപ്പെടേണ്ടതില്ല എന്ന ബോധവും വന്നു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ റിയാസിനെതിരെ വിമർശനം ഉയർന്നത്. ഇത് പരക്കെ വ്യാപിച്ചപാടെ അതിനെ തള്ളി ഗോവിന്ദൻ എത്തിയതും പാർട്ടിക്ക് ക്ഷതമേൽക്കും എന്നത് കരുതി തന്നെയാണ്. എന്നാൽ പിണറായിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കത്തിലാണ് പാർട്ടി. അന്വേഷണം മുറുകുന്നതോടെ പതുക്കെ ആ നയം പുറത്തെടുക്കാനാണ് തീരുമാനം. അതേസമയം റോഡ് ഓട വിവാദവുമായി ബന്ധപ്പെട്ട് വിമർശിച്ചത് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അല്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു. കരാറുകാരനെ പുറത്താക്കിയത് ശരിയായിരുന്നുവെന്ന് കാലം തെളിയിക്കുമെന്നും മന്ത്രി പറയുന്നു. കരാറുകാരൻ ഉഴപ്പിയപ്പോൾ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ചു. അല്ലായിരുന്നുവെങ്കിൽ മറിച്ചായനെ സ്ഥിതി. തലസ്ഥാനത്തെ റോഡ് പണി സമയബന്ധിതമായി പൂർത്തിയാകുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. തലസ്ഥാനത്തെ റോഡ് വികസനത്തെ വിമർശിച്ച കടകംപള്ളി സുരേന്ദ്രൻ MLA പരോക്ഷമായി വിമർശിക്കുകയായിരുന്നു മുഹമ്മദ് റിയാസ് ചെയ്തത്. കരാറുകാരനെ പുറത്താക്കിയപ്പോൾ ചിലർക്ക് പൊള്ളിയെന്നും പൊള്ളലേറ്റ് മുറിവുണങ്ങാത്തവർ എന്ത് പറഞ്ഞാലും ജനം വിശ്വസിക്കില്ലെന്നുമായിരുന്നു മന്ത്രി പറഞ്ഞത്. നന്ദി.